പ്രഭാതത്തിലും നമുക്ക് ദൈവവചനത്തിനായി കാതോർക്കാം. കഴിഞ്ഞ 2 കാൽനദീപം എപ്പിസോഡുകളിലൂടെ നാം ഹാഗാറിന്റെ ജീവിതത്തിലൂടെയുള്ള ആത്മീയ സത്യങ്ങൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇന്ന് ധ്യാന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു തുടർച്ചയെന്നോണം വാഗ്ദത്തം മറന്നുപോയ ഹാഗാർ എന്ന വിഷയമാണ്. വാഗ്ദത്തം മറന്നുപോയ ഹാഗാർ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എക്കാലവും ധൈര്യവും ശക്തിയും പകരുന്നത് ദൈവിക വാഗ്ദത്തങ്ങളാണ്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 1000 വാഗ്ദത്തങ്ങളുണ്ട്. ആ ഓരോ വാഗ്ദത്തവും നമുക്ക് ഉള്ളതാണ്. അത് ഒരിക്കലും മാറിപ്പോകുകയില്ല. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ട്. എന്നാൽ ഹാഗാറിന്റെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വീണ്ടും തൻ്റെ 2ാമത്തെ മരുഭൂമിയുടെ അനുഭവമായ ബർഷേബ മരുഭൂമിയിൽ വന്നപ്പോൾ ഞൊടിയിടെ താൻ ശൂർ മരുഭൂമിയിൽ വെച്ച് ദൈവം തനിക്ക് തന്ന സകല വാഗ്ദത്തങ്ങളും മറന്നു പോവുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അലമുറയിട്ട് ഭീതിയോടെ ദുഃഖത്തോടെ കരയുന്ന ഹാഗാറിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹാഗാർ തനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ മറന്നുപോയത്? കാരണം കണ്ണിന് മുമ്പിൽ കണ്ട കാഴ്ചയാണ് വാഗ്ദത്തത്തെക്കാൾ ശക്തമായി അവളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ബർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്ന അവളുടെ തുരുത്തിയിലെ വെള്ളം തീർന്നു എന്ന യാഥാർത്ഥ്യം സകല വാഗ്ദത്തത്തെയും കാറ്റിൽ പറപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. വേദപുസ്തക ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന അനേക വാഗ്ദത്തങ്ങൾ, തലമുറയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ, നമ്മുടെ സ്ഥിതിയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ നാം മറന്നു പോകുന്നത് കൊണ്ട് ഹാഗാറിനെ പോലെ അലമുറയിടുകയാണ്. എന്നാൽ അവിടെയും വിശ്വസ്തനായ ദൈവം തൻ്റെ വിശ്വസ്ത കരങ്ങൾ നീട്ടി വീണ്ടും ദൂതനെ ഇറക്കുന്ന കാഴ്ചയാണ് ബർഷേബ മരുഭൂമിക്ക് നമ്മെ പഠിപ്പിക്കുവാനായിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട് ഹാഗാറെ നിനക്കെന്ത്? കേവലം നിസ്സാരമായൊരു ചോദ്യമായി നമുക്ക് തോന്നും, ഹാഗാറെ നിനക്കെന്ത്? പക്ഷെ ഒരു പിടി ആത്മീയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ് ഒറ്റ വാക്യത്തിലുള്ള ആ ചോദ്യം, ഹാഗാറെ നിനക്കെന്ത്? എന്താണ് ആ ചോദ്യത്തിന്റെ ഉത്തരം? ശൂർ മരുഭൂമിയിൽ വെച്ച് 1-ലധികം വാഗ്ദത്തങ്ങൾ നിന്റെ സന്തതിയെക്കുറിച്ച് ദൈവം പറഞ്ഞു പോയ നീ എന്തിനാണ് കുഞ്ഞെ ഇങ്ങനെ കരയുന്നത് എന്നല്ലേ ആ ചോദ്യത്തിന്റെ അർത്ഥം. നിന്റെ സന്തതിയെയും അവൻ വലിയ ജാതിയാക്കും, അവനെക്കുറിച്ചും അവന് പദ്ധതിയുണ്ട്, അവൻ എണ്ണത്തിൽ പെരുപ്പമുള്ളവനായി തീരും, യഹോവ നിന്റെ സങ്കടം കേട്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ ഹാഗാർ ഇപ്പോൾ തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട് അലമുറയിട്ട് കരയുന്ന കരച്ചിലും സ്വർഗം കേട്ടു. ആ കരച്ചിലിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൂതനിലൂടെ, ഹാഗാറെ നിനക്കെന്താ? നമ്മൾ ചിലപ്പോൾ കൊച്ചുകുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്, എന്താ കുഞ്ഞെ നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? അത്തരത്തിൽ തന്നെയാണ് ദൈവദൂതൻ ഹാഗാറിനോട് ഇടപെടുന്നത്. ഹാഗാറെ നിനക്ക് എന്ത്? ആ സമയത്ത് അവൾ മറന്നുപോയ വാഗ്ദത്തം 2ാമതൊരു പ്രാവശ്യം അബ്രഹാമിന്റെ ഭവനത്തിൽ വെച്ച് വീണ്ടും ദൈവദൂതൻ ഉറപ്പിച്ച വാഗ്ദത്തമാണ്. അബ്രഹാമിനോട് ദൂതൻ ഇങ്ങനെ പറയുന്നു. ഉൽപ്പത്തി 17-ന്റെ 20-ാം വാക്യം: ഇശ്മായേലിനെ കുറിച്ച് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഇത് 2ാം പ്രാവശ്യം അബ്രഹാമിന്റെ ഭവനത്തിൽ മുഴങ്ങിക്കേട്ട വാഗ്ദത്തമാണ്. ശൂറിലെ വാഗ്ദത്തത്തിന് പുറമെ അബ്രഹാമിന്റെ ഭവനത്തിലും വാഗ്ദത്തം ലഭിക്കുന്നു. എന്നാൽ ബർഷേബ മരുഭൂമിയുടെ അനുഭവത്തിൽ കുറുങ്കാട്ടിന്റെ തണലിൽ അവളുടെ തുരുത്തിയിലെ വെള്ളം തീർന്നു പോയപ്പോൾ 16-ാം വാക്യം ഉൽപ്പത്തി 21-ന്റെ 16-ാം വാക്യം: കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് 21-ന്റെ 16-ാം വാക്യ പ്രകാരം വായിക്കുന്നു: അവൾ പോയി അതിനെതിരെയുള്ള ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു.
അതും ഒരു നിലവിളിയാണ്. എപ്പോഴും ഭക്തൻ നിലവിളിക്കുന്ന നിലവിളികൾ ദൈവം കേൾക്കുന്നുണ്ട്. കാലകാലങ്ങളിൽ എല്ലാ നിലവിളിയും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ നിലവിളി ഒരു നെഗറ്റീവ് നിലവിളിയാണെന്ന് ഓർക്കണം. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ, തുരുത്തിയിലെ വെള്ളം തീർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരയേണ്ടതിന് പകരം അവൾ കരഞ്ഞത് എങ്ങനെയാണ്? ഉറക്ക നിലവിളിക്കുന്നു. പക്ഷെ അവൾ കരഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട. ഇവിടെയാണ് ഹാഗാറിന് തെറ്റ് സംഭവിച്ചത്. നിന്റെ സന്തതി വലിയവനായിത്തീരും, അവനൊരു ജാതിയായിത്തീരും, 12 പ്രഭുക്കന്മാർ അവനിൽ നിന്ന് പുറപ്പെടും എന്നൊക്കെ പറഞ്ഞ് കേട്ട് വിശ്വസിച്ച ഹാഗാർ ഇപ്പോൾ പറയുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട. എന്നാൽ ദൈവത്തിൻ്റെ അപാരമായ സ്നേഹം നമുക്ക് അവിടെയും കാണുവാനായിട്ട് സാധിക്കും. അവിടെയും ദൂതൻ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. ഇത്രയധികം വാഗ്ദത്ത വചനങ്ങൾ കിട്ടിയിട്ടും ഭയപ്പാടോടെ നിരാശയോടെ കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അലമുറയിടുന്ന ഹാഗാറിനെ നോക്കിക്കൊണ്ടും ദൈവദൂതൻ 17-ാം വാക്യത്തിൽ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്തുനിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. കാരണം അമ്മയുടെ ഇപ്പോഴത്തെ നിലവിളി ഒരു നെഗറ്റീവ് നിലവിളിയാണ്. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ അവൾ കരയുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കരയുന്നത് കൊണ്ട് ദൈവത്തിന് അതിനേക്കാൾ ശക്തമായ ഒരു നിലവിളി അപ്പുറത്ത് കേൾക്കുവാനായി ഉണ്ടായിരുന്നു. അത് ബാലന്റെ നിലവിളിയാണ്. എന്നാൽ അവിടെയും ധൈര്യപ്പെടുത്തുന്ന ദൂതന്റെ ശബ്ദം നമുക്ക് കേൾക്കാം, ഭയപ്പെടേണ്ട. ഇവിടെ വാസ്തവത്തിൽ എന്താണ് ഹാഗാറിന് സംഭവിച്ചത്? തുരുത്തിയിലെ വെള്ളം തീരുന്നതോടെ തീർന്നു പോകുന്നതായിരുന്നു അവളുടെ വിശ്വാസം. തുരുത്തിയിലെ വെള്ളം തീരുന്നതോടെ തീർന്നു പോകുന്നതായിരുന്നു അവളുടെ വാഗ്ദാനം. എന്നാൽ നാം ഓർക്കുക, തുരുത്തിയിലെ വെള്ളത്തേക്കാൾ എത്രയോ ശക്തമായ നീരുറവയും ജലാശയങ്ങളും സമുദ്രങ്ങളും നദികളും സൃഷ്ടിച്ചവനാണ് വാഗ്ദത്തം ചെയ്തവൻ. നിന്റെ നീരുറവയിലെ വെള്ളം കണ്ടിട്ടല്ല നിന്റെ സന്തതിയെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞത്. അതിനപ്പുറത്ത് നീരുറവ സജ്ജമാക്കി വെച്ചിരിക്കുന്നു. നിന്റെ കണ്ണ് തുറക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. വാഗ്ദത്തം മറന്നുപോയ ഹാഗാർ കുറേ നേരത്തേക്ക് സങ്കടത്തിനടിമയായി തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും പലപ്പോഴും നാം വലിയ വ്യഥകൾക്കും സങ്കടത്തിനും നിരാശയ്ക്കും അടിമയാകുന്നതിൻ്റെ ഒറ്റ കാരണം വാഗ്ദത്തങ്ങൾ മറന്നു പോകുന്നതാണ്. വാഗ്ദത്തം ചെയ്തവൻ അതൊരിക്കലും മറക്കാറില്ല, കേട്ടവരാണ് മറക്കുന്നത്. വാഗ്ദത്തത്തിൽ നിന്ന് മാറി സാഹചര്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ സാഹചര്യമെല്ലാം പ്രതികൂലമായിരിക്കും. നാം കേട്ട വാഗ്ദത്തവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത സാഹചര്യങ്ങളായിരിക്കും ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷെ നാം സാഹചര്യത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ശക്തി കുറഞ്ഞു പോവുകയാണ്, ബലം കുറഞ്ഞു പോവുകയാണ്. അത് തന്നെയല്ലേ ഹാഗാറിന് സംഭവിച്ചത്. അവൾ പറയുകയാണ്, എനിക്ക് കുഞ്ഞിന്റെ മരണം കാണണ്ട. നിന്റെ കുഞ്ഞ് മരിക്കാനാണെങ്കിൽ ദൈവം അവനെ ഒരു ജാതിയാക്കുമെന്ന് പറയുമോ? നമ്മുടെ ബാലിശമായ കണ്ണുനീരുകളും ഒരു കുഞ്ഞിന്റെ സഹജമായ ഒരു ചൈൽഡ് ലൈക്ക് കരച്ചിലുകളും പരിദേവനങ്ങളും നമുക്ക് മാറ്റിവെച്ചിട്ട് വിശ്വാസ ദൃഢതയോടെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യം എന്ത് വിപരീതമായിക്കൊള്ളട്ടെ, അതിന് മുകളിലേക്ക് കയറി വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകാം. വാഗ്ദത്തം മറന്നുപോയ ഹാഗാറിനെയും 21-ന്റെ വാക്യത്തിലൂടെ ദൈവം ചേർത്ത് പിടിക്കുന്നു. ഭയപ്പെടേണ്ട, ബാലന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഇതാണ് ദൈവസ്നേഹം. നാം വാഗ്ദത്തം മറന്നു പോകുമ്പോഴും നമ്മെ മറക്കാൻ പറ്റാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അനുസരണത്തിലൂടെ, കീഴടങ്ങലിലൂടെ വാഗ്ദത്തങ്ങൾ ഓർമ്മിപ്പിച്ച് നിനക്കെന്താ കുഞ്ഞെ എന്ന് ചോദിച്ചുകൊണ്ട് ധൈര്യമായിരിക്കുവാൻ പറയുന്ന ദൈവശബ്ദം ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രതിസന്ധികളുടെ മേൽ പരക്കട്ടെ. ദൈവത്തിന്റെ ശക്തമായ ദൈവിക സാന്നിധ്യം നമ്മുടെ പ്രതികൂലങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവാത്മാവിന്റെ ശക്തമായ സാന്നിധ്യത്തിൽ നമുക്ക് സാഹചര്യങ്ങൾക്ക് അതീതമായി വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ കയ്പുകളും അസ്വസ്ഥതകളും മാറ്റിക്കൊണ്ട് ധൈര്യമുള്ളവരായി, ദൃഢതയുള്ളവരായി മുന്നോട്ട് പോകാം. കാരണം നിന്റെ തലമുറയും ഒരു ജാതിയാകുമെന്ന് ഹാഗാറിനോട് പറഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മെ സഹായിക്കും. അവൻ വാഗ്ദത്തം ചെയ്തിട്ട് മറന്നു പോകുന്നവനല്ല. നാം മറന്നാലും അവൻ വിശ്വസ്തൻ. അവന്റെ വിശ്വസ്തത ജീവപര്യന്തമുള്ളത്, അത് നിത്യതയോളമുള്ളത്. അതിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ധൈര്യമുള്ളവരായി തീരാം.